ഗോതമ്പ് പൊടിയും റവയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ശർക്കരപ്പാനി ഒരു അരിപ്പ വെച്ച് അരച്ചതിൻ്റെ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിയോടെ തന്നെയാണ് ഇതിരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആട്ടപ്പൊടി തന്നെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇത് അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ബാറ്റർ ഇവിടെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ബാറ്റർ ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ പലഹാരത്തിനുള്ള ഈ ഒരു മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. വെള്ള എള്ള് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് അപ്പമായതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് പതഞ്ഞ് കിട്ടുന്നവരെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഓരോ കുഴിയിലേക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലും തയ്യാറാക്കി വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഗോതമ്പ് പൊടിയും റവയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ചിട്ട ഭാഗവും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അധിക സമയമൊന്നും എടുക്കില്ല, നമ്മുടെ പലഹാരം ഇവിടെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നോരോന്നായി എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അപ്പങ്ങളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.